നമസ്തേ. നമസ്തേ മധുസൂദനൻ. നമസ്തേ ഡബിൾ ബാരൽ പ്രേക്ഷകരെ. ഇന്നലെയാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഒരു വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു റെസ്പോൺസ് ആണ് ഇതുവരെയും കിട്ടിയിട്ടുള്ളത്. ഇതില് മുഖ്യമായും പറയേണ്ട ഒരു വിഷയം ഇന്നലെ പറയാൻ മറന്നുപോയത്, നിങ്ങൾ ഞങ്ങളുടെ ഈ ടെലികാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതാണ് വളരെ കാര്യമായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ മധുസൂദനൻ, ഇന്നലെ നമ്മൾ സംസാരിച്ചത് അയോധ്യ കർസേവയെ കുറിച്ചും പിന്നെ കേരള BJPയുടെ അടുത്ത കാലത്തുള്ള ചില സംഗതികളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അപ്പോഴാണ് ഈ അയോധ്യ അവിടെ ഒരു രാമമന്ദിരം യാഥാർത്ഥ്യമാകുന്നത്. ഈ വർഷം ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. അപ്പോ എല്ലാവരെയും പോലെ തന്നെ കോടിക്കണക്കിന് ഭാരതീയരെ പോലെ താങ്കളും ആ ടെലികാസ്റ്റ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അവിടെ വളരെ ലിമിറ്റഡ് ഇൻവൈറ്റീസിന് മാത്രമായിരുന്നു അന്ന് അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നത്. അപ്പോ അത് ആദ്യം ആ പ്രാണപ്രതിഷ്ഠയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോഴും പിന്നെ ആ ടെലികാസ്റ്റ് നേരിട്ട് കണ്ടപ്പോഴും എന്തായിരുന്നു താങ്കളുടെ മനസ്സിലുണ്ടായ ഒരു വികാരം? 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ആ വലിയൊരു കർമ്മം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിച്ചു. പക്ഷേ നാച്ചുറലി പിന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ, അവിടെ അന്ന് VIP-കൾക്കേ ഉള്ളൂ, അന്നല്ലാത്തവർക്കില്ല എന്നൊക്കെ. പിന്നെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളത് ക്ഷമിച്ചു, സഹിച്ചു, അത്രയേ ഉള്ളൂ. കാരണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് അവിടെ എത്തണം, അത് കാണണം എന്നുള്ളത്. പിന്നെ ഇന്നത്തെ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നതായതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് അത് കാണാൻ പറ്റി. അത്രയും 22-ന് പോകണം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. വേറെ ഞാൻ 1-2 സുഹൃത്തുക്കളൊക്കെ കൂട്ടിയിട്ട് എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ കോഴിക്കോടില് നമ്മളെ പഴയ ഒരു ശ്രീപത്മനാഭനൊക്കെ ഉണ്ട്, സ്പോക്സ് പേഴ്സൺ ആയിട്ട് വരുന്ന പുള്ളിനെയൊക്കെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ ഇനി എങ്ങനെയാ ഒന്ന് അവിടെ എത്തേണ്ടത്, അതിലില്ല എന്താ ഒരു വഴി പറഞ്ഞുകൊണ്ടാ. ഞാനൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടത് കൊണ്ട് എന്റെ പഴയ ഇതിൽ നിന്നൊക്കെ പേര് വെട്ടിപ്പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീപത്മനാഭൻ പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾക്ക് അവിടെ പ്രവേശനമുള്ളൂ, ഞങ്ങൾക്ക് പ്രവേശനമില്ല. നിങ്ങൾക്ക് ആൾക്കാർക്ക് അവിടെ പ്രവേശനമുണ്ട്. അത് ഇത്ര തീയതി മുതൽ ഇത്രാം തീയതി വരെ അങ്ങോട്ട് നിങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, അതിനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനടി കാര്യാലയമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ, അതായത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം ഒരു തിരഞ്ഞെടുത്ത ദിവസം അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഒരു അറേഞ്ച്മെന്റ് അവിടെ ആക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഇൻഫോം ചെയ്തു. അതെ. അങ്ങനെ ഞാൻ പിന്നെ ഒരു രഘുനാഥ് ഉണ്ട്, പുള്ളിനും വിളിച്ചു. വിളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പഴയ നമ്മളെ ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചപ്പോഴാണ് നമ്മളെ പഴയ കാര്യമാകട്ടെ പുള്ളിനെ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞിങ്ങനെ ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിയാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ പുള്ളിനെ വിളിച്ചോളൂ എന്നാണ് നമ്പർ തന്നു. ഞാൻ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് തന്നെ നിങ്ങളുടെ നമ്പർ കൊടുത്ത് നിങ്ങളെ വിളിക്കുന്നതാണ് എന്ന് പറഞ്ഞ. അപ്പൊ ആ സമയമാകുമ്പോഴേക്ക് തന്നെ അവിടെ ഇതിനില്ല പഴയ പോയ കർഷകരെ ഒരു വലിയ മീറ്റിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞിരുന്നു. അത് ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ അവിടുന്ന് 10-20 വർഷമായിട്ട് ഇങ്ങോട്ടായപ്പോ എന്നെ വിട്ടുപോയി. അങ്ങനെ ഞാൻ രണ്ടാമത് അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാ സംഗതി. അപ്പൊ അടുത്ത ഒരു മീറ്റിംഗ് പിന്നെ മഠത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും മഠത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോഴിക്കോട്ടുള്ള കോഴിക്കോട് അമൃതാനന്ദമയ ആശ്രമത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. അന്ന് നിങ്ങൾ കഴിയുമെങ്കിൽ
അവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, ബാംഗ്ലൂരിൽ നിന്ന് വരണം, നിർബന്ധമാണെങ്കിൽ വരാം. നിങ്ങൾ കഴിയുന്നത് എല്ലാരെയും പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാം. പഴയ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് പേര് പ്രായമായിട്ടൊക്കെ അന്ന് വന്നവരൊക്കെ ചിലവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ചിലവർക്കൊക്കെ വളരെ രോഗശയ്യയിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഇല്ലവർ വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് ഒന്ന് കാണണം. കാരണം ഞാൻ പോയ സമയത്ത് എനിക്ക് അവിടെ ഒരു അവസരവും കൂടി കിട്ടി. പിന്നെ അന്ന് പോയതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് അവിടെ സംസാരിക്കാൻ, ഒരു 10 മിനിറ്റ് സംസാരിക്കണം. അതായത് ഇതിനു മുമ്പ് പോയതിന്റെ, ഞങ്ങൾ 92 പോയതിന്റെ എക്സ്പീരിയൻസ്, പിന്നെ അന്നുണ്ടായ അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും. കാരണം എല്ലാ കർഷകരും കർഷകരെ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു സംഘമായിരുന്നു, കുടുംബ സംഘമായി. അപ്പൊ കുടുംബങ്ങളൊക്കെ കഥകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന്, അങ്ങനെ ഞാൻ ആ കുറച്ചു നേരം 15 മിനിറ്റ് ഞാൻ ആ കഥയൊക്കെ ഒന്ന് അവിടെ പറയാനുള്ള ഒരു അവസരം കൂടി. അങ്ങനെ അവിടുന്നാണ് പിന്നെ 19-ാം തീയതി, ഫെബ്രുവരി 19-ാം തീയതി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ കർഷകർക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തീരുമാനം ഞങ്ങളെ അറിയിച്ചു. അപ്പൊ അതിലെ എല്ലാവരും ബുക്കിംഗ്, ടിക്കറ്റ് ഞങ്ങൾ തന്നെയായിരുന്നു. സംഘം ഞങ്ങൾ ടിക്കറ്റ്, ഞങ്ങൾ സ്വയം സേവകരാണല്ലോ, സ്വയമായിട്ട് സേവിക്കുകയാണല്ലോ സംഘത്തിന് ഇങ്ങനത്തെ പരിപാടി. അപ്പൊ ഞങ്ങൾ തന്നെ അതിന്റെ പിന്നെ ടിക്കറ്റ് ചെലവ് ഞങ്ങൾ തന്നെ എടുത്തു. എടുക്കാൻ പറ്റാത്തവര് എല്ലാവരും കൂടി എടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഗ്രൂപ്പ് ബുക്കിംഗ് ആയിരുന്നു അതോ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്ക് ആ സമയത്ത് എവിടെ നിന്നും പിന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ബുക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ കയറി ലക്നോ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെയൊക്കെ എത്തി അയോധ്യയിൽ എത്തുക വേണം. അല്ലാണ്ട് നമുക്ക് അവിടെ എത്തി അവിടെ സൗകര്യങ്ങളോട് കൂടിയിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ പോകണം. അങ്ങനെയാണ് റെയിൽവേ ചെയ്തത്. അതിനൊക്കെ റെയിൽവേനെ നമ്മൾ പിന്നെ സിറൂട്ട് ചെയ്യണം. കാരണം റെയിൽവേ അത്രയും ഒരു ഇതായിട്ട് അതൊക്കെ സംഘടിപ്പിച്ചത്. കാരണം നമുക്ക് 19-ാം തീയതി എല്ലാവർക്കും ടിക്കറ്റ് കറക്റ്റ് ആയിട്ട് ചെയ്ത് എല്ലാവർക്കും റെഡി. ഒരു ട്രെയിൻ ഫുള്ള്, മൂവിയല്ല, ഒരു ട്രെയിൻ മുഴുവൻ ഉണ്ടായി. അതായത് തിരുവനന്തപുരം എത്ര ആളുകൾ ഏകദേശം? അത് ഏകദേശം 1600, 1700 അങ്ങനെ എന്തോ ആൾക്കാരുണ്ട്. അത്രയും ആൾക്കാർ. ഇതുപോലത്തെ ട്രെയിനുകൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? ഉണ്ടായിരുന്നു. അത് കേരളം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ട്രെയിൻ ആരംഭിക്കുന്നത് ട്രിവാൻഡ്രത്ത് കൊച്ചുവേളി അവിടുന്ന് ആരംഭിക്കുന്നു. അവിടുന്ന് ഓരോ സ്ഥലത്തുനിന്നും ഓരോ ജില്ലയുടെ ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് പിന്നെ കോഴിക്കോട് എത്തുന്നു. അങ്ങനെ കോഴിക്കോട് ഞങ്ങൾ കയറുക എന്നുള്ളതൊക്കെയായിരുന്നു തീരുമാനം. അപ്പൊ അതേമാതിരി തന്നെ അതൊക്കെ വളരെ വ്യവസ്ഥാപിതമായിട്ട് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരുന്നു കൊണ്ടുവരുന്നത്. ഈ അക്കോമഡേഷനും ഫുഡൊക്കെ ഞങ്ങൾക്ക് സംഘത്തിന്റെ വക തന്നെയായിരുന്നു. അവിടെയും അയോധ്യയിലും അതിനുള്ള എല്ലാ സൗകര്യവും. അതിനിടയിൽ ശരിക്കും പറയുകയാണെങ്കിൽ 92-ലൊക്കെ ഞങ്ങൾ പോയ ആ കർഷകർക്ക് ഞങ്ങൾക്ക് വെറും പൂരി, ബാജി, പൂരി, ശർക്കരയൊക്കെ ഇട്ടില്ല എന്തൊരു സാധനങ്ങളൊക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ കഴിച്ച് മടുത്ത് അവസാനം കുറച്ച് ചോറ് ആഗ്രഹിച്ചു പോയ ദിവസങ്ങളുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഈ പ്രാവശ്യം പോയപ്പോ ശരിക്കും ഞങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ഭക്ഷണം വേണോ ആ തരത്തിലുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ തുടർച്ചയായിട്ട് പറയാം. ഇപ്പൊ അതിന്റെ ഇടയിൽ അത് പറഞ്ഞു പോയതുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കോഴിക്കോട് അന്ന് രാവിലെ പുലർച്ചക്ക് 3 മണിക്ക് കോഴിക്കോട് എത്താൻ പറഞ്ഞു. 3 മണിക്ക് ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് പിന്നെ എല്ലാ തരത്തിലും പോലീസിന്റെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ എയർപോർട്ടിലൊക്കെ എങ്ങനെയാണോ നിങ്ങളെ ഇത് ചെയ്യുന്നത് വെച്ചാൽ അതേ തരത്തിൽ തന്നെയുള്ള എല്ലാ ചെക്കിങ്ങോട് കൂടിയിട്ടാണ് ട്രെയിനിലേക്ക് കയറ്റിയിരുന്നത്. വേറെ ആരെയും ട്രെയിനിലേക്ക് കയറാനോ ഈവൻ ഒരു ഭക്ഷണ സാധനം വിൽക്കുന്ന ആൾക്കാരെ വരെ ട്രെയിനിലേക്ക് കയറ്റിയിട്ടില്ല. സെക്യൂരിറ്റി റീസൺസ് എല്ലാം അയോധ്യ വരെ ഫുൾ ടൈം പോലീസ് സെക്യൂരിറ്റി എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുവരുന്നത്. അങ്ങനെ 19 രാത്രി ഞങ്ങൾ 4 മണിക്ക് അവിടുന്ന് കോഴിക്കോട് ട്രെയിനിൽ കയറുന്നു. നമ്മളെ യാത്രകളും പഴയ ആൾക്കാരൊക്കെ പിന്നെ ഞങ്ങളെ കൂടെ അന്ന് വന്നിരുന്ന വിശ്വംപപ്പ എന്നൊക്കെ പറഞ്ഞ ആളുകൾ
അദ്ദേഹം ആയിരുന്നു അന്ന് ഞങ്ങളെ ഉത്തരവാദിത്വം. ഞങ്ങളെ നായകനായിട്ട് ഉം, ഞങ്ങൾ കൊണ്ടുപോയത് പുള്ളിയായിരുന്നു. പുള്ളിയൊക്കെ നല്ല ഏജായിരുന്നു. അങ്ങനെ പുള്ളിയെ ഉം, കാണാൻ പറ്റി. പുള്ളി ഞങ്ങളെ കൂടെ ഉം, തന്നെ ഉം. വന്നു. പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ അങ്ങനെ അയോധ്യയിൽ അല്ല, ഞങ്ങള് അദ്ദേഹം ആരാണ്? അദ്ദേഹം സന്യാസി വര്യനാണോ അതോ അല്ല ഒരു സംഘത്തിന്റെ സ്വയം സേവകൻ ആണോ? സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു. ഓ, പിന്നെ ശരി. ഒന്ന് ആ, നിങ്ങളെ ഇവിടെ നമ്മളെ തളി ക്ഷേത്രം ഉണ്ടല്ലോ. അതെ, ഈ ഇപ്പൊ മരിച്ചു തോന്നുന്നു ജനാർദ്ദനേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ മലപ്പുറം. ആ, ആ ആ, അവിടെ അല്ലേ അറിയോ? അറിയോ തോന്നുന്നില്ലേ? ആ. നിങ്ങൾ എപ്പോഴോ എന്നെ ഉം, പുള്ളിനെ അറിയും എന്ന് പറഞ്ഞ മാതിരി ഒരു ഓർമ്മയുണ്ട്. ജനാർദ്ദനേട്ടൻ എന്ന് ഉം, പറഞ്ഞ ആൾ ഉം. തളി ക്ഷേത്രം ഉണ്ടല്ലോ നമ്മളെ ആയിക്കോട്ടെ. അതെ. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ തളി ക്ഷേത്രം ആ, അതിന്റെ അടുത്തുള്ള, അതിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലുള്ള. അപ്പുറത്തെ ആ, സൈഡ് ആ ക്ഷേത്രത്തിന്റെ ഒക്കെ അതും അടുത്ത് ശങ്കരാചാര്യര് സ്ഥാപിച്ച തന്നെ ക്ഷേത്രം. ആ. പുള്ളിയായിരുന്നു പണ്ട് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഈ ഓ, ജനാർദ്ദനേട്ടനായിരുന്നു അത് ശരി. ആ, ജിനേട്ടനായിരുന്നു അതിലൊക്കെ മുമ്പ് EMS മന്ത്രിസഭയുടെ സമയത്ത്. അതെ അതിലുണ്ടായ ഉം. പുള്ളിയൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ ആ ഒരു മൂവ്മെന്റ് കാരണമാണ് ആ ക്ഷേത്രം രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടത്. അപ്പൊ ആ അതെ. പുള്ളിയൊക്കെയാണ് ഞങ്ങളെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടുപോയത്. അപ്പൊ ആ. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെന്തോ ഉം, എനിക്ക് അങ്ങനെ പുള്ളി ഉണ്ടായിരുന്നില്ല. വിശ്വവകുപ്പ് ഉണ്ടായിരുന്നു. വിശ്വവകുപ്പ് ഉം, നമ്മളെ കൂടെ ഓരോരുത്തരും ഇരുന്ന് സംസാരിച്ച് ഞങ്ങള് ഉം, വളരെ ഉം. ഇതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ 2 ദിവസം ഫുള്ളായിട്ട് ട്രെയിനിലെ യാത്രയാണ്. അതൊരു 2 ദിവസത്തെ യാത്ര. അതൊരു നല്ല സാധാരണ നമുക്ക് 2 ദിവസമൊക്കെ ട്രെയിനിൽ ഇരുന്നാല് നമ്മളാകെ ഉം, ഒരു 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 വക ആവും. ഇത് അതില്ല. ഉം, വളരെ ഉം, സന്തോഷവാനായിരുന്നു. വളരെ ഹാപ്പി ഉം, ആയിരുന്നു. ഉം. എല്ലാവരും ഫുൾ ടൈം രാമമന്ത്രമായിട്ട് ഏഹ് ജയ് ശ്രീരാം അത് ശരി. വിളിച്ചു ജയ് ശ്രീരാം ആ. വിളിച്ചുകൊണ്ട് എല്ലാവരും രാവിലെ ഉം, ഞാൻ പിന്നെ തിരുവനന്തപുരംകാര് അങ്ങേ അറ്റത്ത് തീവണ്ടിയുടെ അങ്ങേ അറ്റത്ത് ഉം, തുടങ്ങും. ഏഹ് ഉം, ഉം, രാമരാമ മന്ത്രവും ചൊല്ലി ഈ അറ്റം വരെ ഉം, പോകും. ഉം. അപ്പൊ അവിടുന്ന് ഒരറ്റത്ത് ഇങ്ങോട്ട് ഓക്കെ. വരുന്നുണ്ടാവും. വേറെ ഉം, അറ്റം. ഉം, പിന്നെ ഓ, ഞങ്ങൾ രാവിലെ ഞങ്ങളെ ശാഖ ട്രെയിനിൽ തന്നെ ശാഖ ഉണ്ടായിരുന്നു. ഞങ്ങള് ഉം, പ്രാർത്ഥനയൊക്കെ ചൊല്ലി ശാഖയൊക്കെ ഉം, ചെയ്തു. ഉം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആൻഡ് വളരെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു അവിടെ ഊർജ്ജസ്വലരായിട്ട്. ഉം, ആയിട്ട് തന്നെ അവിടെ എത്തി. എത്തുന്ന സമയത്ത് ഉം. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉം. എല്ലാ കമ്മിറ്റി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന ഇതിപ്പോ വാഹനങ്ങൾ എങ്ങനെ ഡയറക്റ്റ് അയോധ്യ സ്റ്റേഷൻ ആയിരുന്നോ? അയോധ്യ സ്റ്റേഷൻ ഡയറക്റ്റ് അയോധ്യ അയോധ്യ സ്റ്റേഷനും ഒരു അതിഗംഭീര സംഭവമാണല്ലോ അല്ലേ? ഗംഭീര സംഭവം തന്നെയാണ്. കാരണം പണ്ട് ആ. ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മളെ കോഴിക്കോട് പറഞ്ഞ നമ്മളെ വെള്ളയിൽ സ്റ്റേഷനൊക്കെ ഇല്ലേ? പഴയ കാലത്ത് ഉം, വെള്ളയിൽ ഉം. സ്റ്റേഷനൊക്കെ ഇല്ലേ? അതെ. ഉം, അതേമാതിരിയുള്ള ഒരു ചെറിയ ഒരു ഉം, സാധനമായിരുന്നു. ചെറിയൊരു ഉം, സ്റ്റേഷനാണ്. ഒരു ചെറിയൊരു ഉം, ചായപ്പീടിയൊക്കെ ഉണ്ട്. എനിക്ക് അവിടുന്ന് ചോറ് ഉം, കഴിച്ചത് ഉം, ഓർമ്മയുണ്ട്. ഏഹ് ഉം, ഉം, പിന്നെ അങ്ങനെ അവിടെ എത്തി ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്റ്റേഷൻ ഉം, പക്ഷെ ഉം, ഉം, അതിഗംഭീരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ. ഉം, എയർപോർട്ടിന് ഇനിയും ഒരുപാട് വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നു അവിടെ. ഉം, അതെല്ലാം കഴിഞ്ഞാല് അത് കാണാൻ ഉം, തന്നെ അതിന്റെ ഒരു ഉം. ഗാംഭീര്യം തന്നെയായിരിക്കും. ഇത് അതിന്റെ ഡിസൈൻ കൂടെ ഈ രാം മന്ദിറിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു. അതെ അതെ ആ അത് ക്ഷേത്രത്തിന്റെ അല്ല, ആ സ്റ്റേഷന്റെ ഡിസൈൻ. അതിന്റെ നിങ്ങക്ക് ചിലപ്പോ ഫേസ്ബുക്കിൽ നോക്കിയാല് എന്റെ ഇത് കാണാം. പ്രൊഫൈൽ ആ, ഫോട്ടോയില് അതാണ്. ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു അന്ന് പോയപ്പോ. ആ സ്പിരിലിന്റെ അത് പോയ ശേഷം ഒരു അവിടുന്ന് അയച്ചു ഇതുണ്ടല്ലോ. തന്നിരുന്നു. ഒരു അതെ, രണ്ടാമത്തെ ഇരിക്കുന്ന അതിന്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തത് അതിലിപ്പോഴും ഉണ്ട്. അതെ, ആ ആ. അതെ. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഉം, തീർത്ഥക്ഷേത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു നമുക്ക് ടെന്റ്. ഉം. കംപ്ലീറ്റ് ആൾക്കാർക്ക് ടെന്റാണ്. ടെന്റ് ടെന്റ് ടെൻ സിറ്റി എന്ന് പറഞ്ഞൊരു ഓക്കെ. സാധനം തന്നെ അവിടെ ആ, ഉണ്ട്. ടെന്റ് സിറ്റി. ഓ, തീർത്ഥക്ഷേത്ര. തീർത്ഥക്ഷേത്രം. അപ്പൊ ആ, അതിന്റെ ഉത്തരവാദിത്വം നമ്മളെ കോഴിക്കോടുള്ള നമ്മളൊരു മലയാളി മീഞ്ചൻ തല്ലി ഒരാള് അത് പുള്ളിക്കായിരുന്നു. ശരി. ആരാണ് അപ്പൊ അദ്ദേഹം? അദ്ദേഹം പിന്നെ സംഘത്തിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട അല്ല, ഒരാളായിരുന്നു. പേര്? പേര് അഖിലേഷ്. ഈ പേര് പറഞ്ഞു പോകുന്നൊരു ചെറിയത്. ആ, പോട്ടെ, സാറില്ല. അല്ല, ഞാൻ വിചാരിച്ചു നമ്മളെ പ്രേക്ഷകർക്ക് അത് ആ അറിയാൻ താല്പര്യം അല്ല ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ അത് മതി. പത്രത്തിലൊക്കെ വന്നിരുന്നു ന്യൂസ്. ആ, ആ, പുള്ളീനെ പറ്റിയിട്ട് പിന്നെ ആ. ബജരംഗ ദളിന്റെ ഇന്ത്യയുടെ തന്നെ ഉം, പിന്നെ ഇതില് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഒരു ഓൾ ഉം, ഇന്ത്യ കമ്മിറ്റി തന്നെ ഉം, ഏൽപ്പിച്ചതായിട്ട് എന്നൊക്കെ ഉം, ആയിട്ട് ഒരു 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 റൈറ്റപ്പ് വന്നിരുന്നല്ല പത്രത്തിലും ഉം. ന്യൂസിലും എല്ലാം അത് വന്നിരുന്നു. ശരി. ഉം. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. സ്റ്റേഷനിൽ എല്ലാവർക്കും പോകാൻ ഫ്രീ ആയിട്ട് ബസ്സാണ് അയോധ്യ. ഫ്രീ ആയിട്ടുള്ള ബസ്. ഓക്കെ. അമ്പലം വരെ ഫ്രീ ആയിട്ട് ബസ് ഗവൺമെന്റ് ഉം, ഉം, ഒക്കെ
ഞങ്ങൾക്ക് പിന്നെ ഈ ഗവൺമെന്റ് തീർത്ഥക്ഷേത്രങ്ങളൊന്നും ബസ് ഇട്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട് പോവാൻ. അതായത് ഈ തീർത്ഥക്ഷേത്രങ്ങൾ തീർത്ഥാടകരെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെ അത് എല്ലാവർക്കും ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ഈ തീർത്ഥക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് വരെ പോകാൻ ഞങ്ങൾക്ക് അവിടുന്ന് വാഹനം ഉണ്ടായിരുന്നു. പക്ഷെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നടന്നു പോയി. ഞങ്ങൾക്ക് അങ്ങനെ പോയിക്കോളാന്ന് പറഞ്ഞു. പിന്നെ അവര് പറഞ്ഞു വാഹനം എന്ത് വേണമെങ്കിൽ ഉണ്ട്, വേണ്ട ഞങ്ങൾക്ക് നടന്നു പോയിക്കോളാം. അങ്ങനെ നടന്നു പോയി. പിന്നെ ആ ടെൻസിറ്റിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. വളരെ ഗംഭീരമായ ഒരു അറേഞ്ച്മെന്റ്. അതൊക്കെ സംഘത്തിനല്ലാതെ വേറെ ആരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും. ഇത്രയും വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒരു പ്രശ്നവും ഇല്ലാതെ അനായാസം നിങ്ങൾക്ക് ഓരോ ടെന്റിന്റെ അകത്തും താമസിക്കാനില്ല. ഈവൻ പുതപ്പ് ബെഡ്ഷീറ്റ് തലയാണ അടക്കം റെഡിയാക്കിയിട്ട് എല്ലാ സാധനങ്ങളും, കുളിക്കാനുള്ള സൗകര്യം എല്ലാം. ഞങ്ങള് 92-ൽ പോയ ആ സമയത്ത് കുളിക്കാൻ സൗകര്യം വെച്ചിന് ചെറിയ കുറച്ച് പൈപ്പുകൾ മാത്രം. അതിന്റെ അടിയിൽ പോയിട്ട് കുളിച്ചിന്. പക്ഷെ അന്ന് ഡിസംബർ ആയിരുന്നല്ലോ. ആ കുളിച്ച സമയത്ത് ഞാനും ആൾക്കാരും കുളിച്ചിരുന്നേ. അപ്പൊ കുളിച്ചപ്പോ നമ്മളോട് കേരള കൗമുദിന്റെ റിപ്പോർട്ടേഴ്സ് വന്നിട്ട് ചോദിച്ച്, നമസ്കാരമുണ്ട്, കേരളക്കാരായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ, വേറെ ആരും ഈ പണി ചെയ്യൂല. ഈ തണുപ്പത്ത് ആരും കുളിക്കാൻ നിൽക്കൂല അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ അന്ന് സംസാരിച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം സമയത്ത് തന്നെ ആയിരുന്നെങ്കിൽ ഫെബ്രുവരിയിലും വലിയ ചൂടൊന്നുമില്ല, അവിടെ മഞ്ഞും തണുപ്പൊക്കെ തന്നെയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നല്ല എല്ലാ സൗകര്യങ്ങളും, ബാത്റൂമും കുളിക്കാനുള്ള സൗകര്യവും ഭക്ഷണം. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ വേണമെങ്കിൽ നോർത്ത് ഇന്ത്യൻ, ഇപ്പൊ ഡൽഹി സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഫുഡ് വേണമെങ്കിൽ അതിന്റെ വേറെ, പഞ്ചാബി രാജസ്ഥാനി ഫുഡ് വേറെ, അങ്ങനെ ഒരു 5 തരത്തിലുള്ള ഭക്ഷണം. സൗത്ത് ഇന്ത്യൻ, അതായത് തെലുങ്ക്, തമിഴ് ആൾക്കാർക്ക് മറ്റൊരു ഈ ചോറൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ കുറച്ച് വേറെ. അതൊക്കെ കുറച്ച് അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ വയറ് നിറയുന്നവരെ സുഭിക്ഷമായിട്ട് കഴിക്കാനില്ല ഭക്ഷണം. അതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. അതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയണ്ട, സംഘടിപ്പിക്കുന്നതിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അതൊരു ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്. രാവിലെ രാവിലെ എണീച്ചാൽ ബ്രിട്ടാനിയയുടെ 2 റസ്കും ചായയും, ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേറെ. അത് കഴിക്കും. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് ചായ എത്തി. ഓരോ ടെന്റിന്റെ സൈഡിലും ചായ ഫ്ലാസ്ക് വന്ന്, ചായ വന്ന്, റസ്ക് കാര്യങ്ങളൊക്കെ എത്തി. അങ്ങനെയില്ല, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് അവിടെ എത്തി. ഞങ്ങൾക്ക് എന്തായാലും ഇനി ഇതൊന്നും അല്ലായിരുന്നു വലിയ കാര്യം. ഞങ്ങൾക്ക് എങ്ങനെ രാമനെ കാണുക, രാമന്റെ അമ്പലത്തിന്റെ അകത്തേക്കില്ലേ ആ ഒരു എത്താനില്ല ആ ഒരു വ്യഗ്രത ഉണ്ടാവുമല്ലോ, അതായിരുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെയാ അവിടെ എത്താതില്ലതാ, രാമനെ കാണുകയെന്നില്ലതാണ്. ഇതൊന്നും വലിയ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഓരോ ബാഡ്ജ് തന്നിരുന്നു. ആ ബാഡ്ജ് തന്ന പ്രകാരം ഞങ്ങളോട് പറഞ്ഞ, ഈ ബാഡ്ജ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറി, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് യാതൊരു തടസ്സവും ഇല്ല, ആരും ഒന്നും പറയില്ല. കഴുത്തിലിട്ട് നമുക്ക് പോകാം. പിന്നെ എന്താ അറിയില്ല, അത് വലിയ ചോദ്യോത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചെക്കിങ് ആയിരുന്നു. അതിനകത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈവൻ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാനുള്ള വെക്കാനുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എല്ലാം ഭയങ്കര, അതൊക്കെ വളരെ സുന്ദരമായി എല്ലാത്തിനും വളരെ സുന്ദരമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തന്നെയായിരുന്നു. അവിടെ ചെരുപ്പ് എല്ലാ സാധനങ്ങളോടെ വെച്ച് പോവുക, അത് ക്യൂവിൽ വന്ന് എടുക്കുക, പോവുക, ഉപയോഗിക്കുക, എല്ലാത്തിനും സൗകര്യം, താമസിക്കുക, അങ്ങനെ എന്ത് പറഞ്ഞാലും അതിന്റെയൊക്കെ വ്യവസ്ഥ ചെയ്തതെന്ന് പറഞ്ഞാൽ വ്യവസ്ഥ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഞങ്ങൾക്ക് ദർശനത്തിന് പോകാനില്ല ടൈമായി. ഞങ്ങൾ ദർശനത്തിന് പോകാൻ എല്ലാവരും കുളിച്ച് റെഡിയായി ദർശനത്തിന് സമയം. അപ്പൊ ഉച്ചക്ക് ഒരു 3 മണിക്ക് അവിടെ എത്തി, 2:30-3 മണിയാകുമ്പോ എത്തി. കുളിച്ച് പുറത്ത് ദീപാരാധന സമയമാകുമ്പോഴേക്ക് ഞങ്ങള് നടന്ന്, ഞങ്ങൾ അതിന്റെ ഇടയില് ഹനുമാൻ കേട്ടില്ലേ? ഹനുമാന്റെ ഒരു വലിയ ദേവസ്ഥാനം ഉണ്ട്, മന്ദിരം. ഇത് ഭയങ്കര തിരക്കുമാണ്, ഭയങ്കര തിരക്കാ. അതിന്റെ അകത്ത് അവിടെ പോയി ഹനുമാനെ ആദ്യം തൊഴുതു. ഹനുമാനാണല്ലോ ആദ്യം തൊഴേണ്ടതാണല്ലോ. ഹനുമാനെ തൊഴുത് നല്ല നല്ല ഒരു ഇതായിരുന്നു. ഭയങ്കര തിരക്ക്, ഭയങ്കര റഷായിരുന്നു. എന്നാലും വളരെ സുഖമായിട്ട് കയറാനും തൊഴാനും പറ്റി.
പിന്നെ അത് ശരി. ആൾക്കാർ അവിടെ ഒരു ഒഴുക്കാണ്. ഉം. ഏഹ് ഇങ്ങനെ ഒഴുകാണ്. കിടന്നിങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ആണ് അത്. ഉം. അത് വളരെ ഒരു പിന്നെ അത് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ ഇവർക്ക് ഉം. എന്നുള്ളതാണ് ഉം. ഏറ്റവും വലിയൊരു സംഗതി. അങ്ങനെ ഉം. പോകുക. നമുക്ക് ഇങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ പോയി തൊഴുത് ഉം. വരാം. ഉം. പിന്നെയും പോകാം. അല്ല അതെന്താ വെച്ചാൽ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളതും അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. നല്ല വീതിയാണല്ലോ ആ എല്ലാവിടെയും. ഇനി ഇടുങ്ങിയ ഒരു സ്ഥലം പോലും അന്ന് ടെലികാസ്റ്റിൽ കണ്ടില്ലേ ഞാൻ. അന്ന് വളരെ പഴയത് വിശാലായിട്ടല്ലേ എല്ലാം ചെയ്തിട്ടുള്ളത്. പണ്ട് ഇത് ചെറിയ ഇടവഴി പോയത്തെ സ്ഥലങ്ങളായിരുന്നു. ചെറിയ ആ ചെറിയ റോഡ്. അതെ വളരെ ചെറിയ ഒരു അതെ. എനിക്ക് തോന്നുന്നു വളരെ ചെറുത്. ഒരു കാർ ഉം. അങ്ങോട്ട് പോയി ഒരു കാർ അങ്ങോട്ട് വരാൻ പറ്റുന്ന റോഡായിരുന്നു. ഉം. ഇന്ന് അതല്ല. ഉം. ഇത് 10 കാർ ഉം. ഒന്നിച്ച് പോകാൻ പറ്റുന്ന റോഡുകളൊക്കെ ആയി. അയോധ്യ ഉം. സിറ്റി തന്നെ കണ്ടാൽ നമുക്ക് പഴയ പോയ ഒരാൾക്ക് കണ്ടാൽ ഉം. മനസ്സിലാവും. ഉം. അത്ര മനോഹരം, അത്ര സുന്ദരം. ഇനി ആയിട്ടില്ല. ഇനി ഇതിന്റെയൊക്കെ വർക്കുകൾ പല ഭാഗത്തും ബാക്കിയുണ്ട്. നടന്നുകൊണ്ട് ഇപ്പൊ ഉം. പുറമോടിയായിട്ട് വലിയ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഉം. ഇനി ഒരുപാട് വർക്ക് അതെ. കാര്യങ്ങൾ അതൊക്കെ അല്ല നടന്നു കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ തന്നെ ഇനിയും ഉണ്ടല്ലോ. ആ ഒരു ഫേസ് കൂടി ബാക്കിയല്ലേ. അതെ അതെ അതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ കാണാനില്ല ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ അതെ പറ്റും. അങ്ങനത്തെ ഒരു ഇത്. അതെ. അങ്ങനെ നമ്മൾ വൈകുന്നേരം അവിടെ ഇത് പാസ്സൊക്കെ ആയിട്ട് പോയി. നേരെ ഉം. ക്യൂവിൽ നിന്ന് ഉം. ഇതിലേക്ക് നേരെ അങ്ങനെ പോയി. വളരെ ഉം. സുന്ദരമായിട്ട് ഉം. ആ ഒരു ദർശനം ഒറ്റ ക്യൂ ആണല്ലേ എല്ലാവർക്കും ആ, അവിടെ. ആ, എല്ലാം ഒരേ ആ ക്യൂവിൽ ഇങ്ങനെ പോകും. ചിലപ്പോ പിന്നെ കുറച്ച് മറ്റേ VVIP സെക്യൂരിറ്റി ഒക്കെ ഉള്ളവർക്ക് വേറെ വല്ല ഇതുണ്ടാവുമായിരിക്കും അല്ലെ. അല്ല അവര് വരുമ്പോ ഉള്ളിലേക്ക് ജനമില്ലേ. പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഒരു വഴിക്ക് ആ എത്തിക്കഴിഞ്ഞാൽ ആ പിന്നെ അങ്ങനെ അല്ല അത് നിങ്ങളെ അവിടുത്തെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും നോക്കാനില്ലല്ലോ. കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾക്ക് കാരണം നിങ്ങളുടെ കയ്യിൽ ചെരുപ്പില്ല, പിന്നെ നിങ്ങളുടെ ഒന്നുമില്ല കയ്യിൽ മൊബൈൽ ഇല്ല. ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഇതാവുമ്പോ സെക്യൂരിറ്റിക്കാരും റിലാക്സ്ഡ് ആയിരിക്കുമല്ലോ. എന്നാലും അതിന്റെ ഉള്ളിൽ പോകുമ്പോൾ വീണ്ടും ഒന്ന് കയറുന്ന ആ സമയത്ത് ഈശ്വരൊക്കെ കൈയിടുന്നുണ്ട്. ആ എന്തെങ്കിലും ഓ അത് ശരി മുട്ടായിയോ വീണ്ടും ഒരു മുട്ടായിയോ കാര്യങ്ങളോ ആ മുറുക്കാനോ അങ്ങനത്തെ ആ എന്തെങ്കിലും ടോർച്ചോ ബാറ്ററിയോ ഒക്കെ ആ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ വെപ്പിക്കുന്നുണ്ട്. ആ അതൊക്കെ അല്ല അത് ചെയ്യുന്നുണ്ട്. അപ്പൊ മാത്രമായിരിക്കില്ല വല്ല പാനോ വല്ലതൊക്കെ പോക്കറ്റിലുണ്ടോ എന്നും കൂടി നോക്കുന്നുണ്ടാവും. അത് അത് കാരണം അവിടെ അത് ഇഷ്ടം പോലെ മറ്റേ സ്വച്ഛ് പിടിച്ചിട്ടുണ്ട് ഭാരത്തിന്റെ ആളല്ലേ ആൾക്കാരെ. അതിന്റെയും ആ ശില്പി. പിന്നെ നമ്മളെ അപ്പൊ ആൾക്കാരാണ് തുപ്പി ആ വെക്കും. ചുമരിന്റെ മേലെ വേണം അതെ അതെ. ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഉം. അതൊക്കെ ഉം. എല്ലാരെയും മാറ്റി നിർത്തുന്നുണ്ട്. അപ്പൊ ഉം. അത് ഉം. കഴിഞ്ഞ് ആ ചെക്കിങ് കൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കുന്നത്. നമുക്ക് വളരെ ഉം. ഫ്രീ ആയിട്ട് അങ്ങ് നേരെ കയറി ഉം. പോകാം. ഉം. നല്ല ഉം. സുന്ദരമായ ഒരു ദർശനമായിരുന്നു. വളരെ സുന്ദരമായിട്ട് ഉം. ഫസ്റ്റ് തന്നെ ദർശനം നടന്നെങ്കിൽ ശരിക്കും ആ വിഗ്രഹം നോക്കിയിട്ട് എനിക്ക് പറയാൻ ചെറിയൊരു വീട്ടിൽ വന്നു. അത്ര വലിയ ഉം. ഒരു ഭക്തിയുടെ നമ്മളൊരു ഇതുണ്ടല്ലോ വല്ലാത്തൊരു അതെ. ഉം. എക്സ്റ്റസി. അത് ഉം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയൊരു ഉം. ഭയങ്കര ഉം. ഏഹ് ഉം. രാമന്റെ ആ മുഖത്തേക്ക് നോക്കുമ്പോ ഏഹ് ഉം. അലങ്കാരം തന്നെ. ഈ പറയാൻ അതെ. ഇല്ല അങ്ങനെയല്ല. എന്തായാലും ഉം. നമ്മളെ ഉം. കർണാടകക്കാരനായ ആ ശില്പീനെ കൂടി ഈ സമയത്ത് ഒന്ന് ഓർക്കണം. അതെ. ആ പിന്നെ രാമലാൽ ആ അരുൺ യോഗിരാജ്. വിഗ്രഹത്തിനെ ഇത്രയും ഉം. ഭംഗിയായിക്കൊണ്ട് അയാളെ കൈ അതെ. കിഴക്കുണ്ടല്ലോ ആ വഴക്കം അതൊരു ഉം. ഭയങ്കര ഉം. ഒരു തന്നെയാണ്. ആ കല്ലിനെ അത് അത്രയും സുന്ദരമാക്കിയതിനെ അയാൾ നമ്മളയാളെ അതെ. തന്നെ വേണം. അതൊരു സംഭവം ഉം. തന്നെയാണ്. ഉം. ആ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണൊക്കെ ശരിക്കും ഇതൊരു ജീവനാണ്. ഉം. ഏഹ് ആ അതെ ജീവൻ അതെ. ഇരിക്കുന്ന ഒരു പിന്നെ കണ്ണ് തന്നെയാണ്. അല്ല നമുക്ക് ടി അയാളെന്നെ വിയിൽ പറയും. കാണുമ്പോ തന്നെ ഒരു ആ ഭയങ്കര ഇതാവുന്നു. നിങ്ങൾ ആ നേരിട്ട് കാണാന്ന് പറയുമ്പോ അതെ. ആ ഒരു അനുഭൂതി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടെ ഇരുന്നിട്ട്. അതിനിടയിൽ അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ദേശം ഇങ്ങനെ മാറ്റി നോക്കാം. അപ്പൊ ഉം. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇതിന്റെ കർഷകരാണ്. ഞങ്ങൾ ഉം. മര്യാദ ഒന്ന് തൊഴുതിട്ടേ പോകുള്ളൂ. ഉം. നീക്കൊന്നും വേണ്ട ഉം. പോയി. ഓക്കെ അങ്ങനെ അങ്ങനെ പുറത്തിറങ്ങി. ഇപ്പൊ ഉം. പഴയ കാര്യമല്ല. കുറച്ച് ഹിന്ദിയൊക്കെ പറയാലോ. അതെ. ഹിന്ദി അറിയാത്തവരോട് കൊണ്ടാട്ടിക്കേണ്ടി വരും. ഇപ്പൊ ഉം. അതൊക്കെ ഉം. അറിഞ്ഞേരം കൊണ്ട് കിട്ടോന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഓരോ അതെ. ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഇറങ്ങി. ഉം. ഉം. നടന്നിങ്ങനെ കണ്ടു. ആദ്യം തന്നെ അവിടുന്ന് ഉം. പ്രസാദമൊക്കെ കിട്ടി. അല്ല ഈ നമ്മള് ഈ മറ്റേ രാമനെ തൊഴാൻ പോകുന്ന അതേ സ്ഥലത്ത് തന്നെ പോകുന്ന വഴിക്കൊക്കെ കൊത്തുപണികളും മറ്റതൊക്കെ ആയിട്ട് അതിമനോഹരാണ് അല്ലേ. അതൊക്കെ കണ്ടത്. ഓരോ ഒരു ഇഞ്ച് പോലും വിട്ടിട്ടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ. സ്ഥലങ്ങള് പക്ഷെ അവിടെ ആദ്യം തൊഴുന്നത് ശ്രീരാമനെ തന്നെയാണ് അല്ലേ. ആഞ്ജനേയനെ തൊഴും. ആഞ്ജനേയനെ എല്ലാവരും തൊഴും. ആദ്യം ആഞ്ജനേയർ. ഓ ശരി അവിടെ തന്നെ. അതെ. അത് പോകുന്ന എന്നിട്ടാണ് വഴിക്ക് അങ്ങോട്ട് പോകുന്നത്. അവിടെ കേറിയിട്ട് ഓ അവിടുന്ന് ശരി ഞാൻ വിചാരിച്ചത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വേറൊരു ആഞ്ജനേയ ക്ഷേത്രം ഉണ്ട് അവിടെ തൊഴുതിട്ട് ഇങ്ങോട്ട് പോയത്. അങ്ങനെയല്ല, അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ അല്ലല്ല അതിനുള്ളിൽ തന്നെ ഇതേ അല്ല. ക്ഷേത്ര കോംപ്ലക്സിലുള്ള ഒരു ഒരു 500 മീറ്റർ വിട്ടിട്ടാണ്.
ഓ, അത് ക്ഷേത്ര ശരി. ഓക്കെ, ഓക്കെ. കോംപ്ലക്സിനകത്തല്ല, 500 മീറ്റർ ആ, മുന്നിൽ ആ, അത് ഹനുമാൻ ശരി. ഗഡി എന്ന് പറയുന്ന ആ ആ, സ്ഥലം. അവിടെ ആ. തൊഴുതിട്ടാണ് നമ്മൾ അങ്ങോട്ട്. ഉം, ഉം. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റേ ശ്രീരാമ വിഗ്രഹം വെച്ചിട്ടുള്ള അവിടെ ഭയങ്കര സീലിംഗ് ഭയങ്കര ഹൈറ്റിലാണ് അല്ലേ? നമ്മളെ മേൽക്കൂര മേൽക്കൂരയൊക്കെ ഭയങ്കര ഭയങ്കര ഹൈറ്റിലല്ലേ? അതൊക്കെ അതൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ ഈ ഉം, സമയങ്ങളിലൊക്കെ, ഈ ഉം, കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ പണിയെടുക്കുന്ന ഉം, ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. അതെ. അത് ചെയ്തത്ര പിന്നെ നല്ല ഭംഗിയാക്കി. ഇതുണ്ടെന്ന് തോന്നുന്നു, കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ വെന്റിലേഷൻ ഒക്കെ നല്ല ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളതെന്ന് കേട്ടു. വളരെ വിശാലമായിട്ടാണ്, സ്പേഷ്യസ് ആയിട്ട്. ഉം, എവിടെ നടന്ന് ഉം, നമുക്ക് ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നില്ല. അല്ലാതെ അങ്ങനെ ആ, ചെറിയ കാരണം അമ്പലങ്ങളിലൊക്കെ വെച്ചാൽ നല്ല പ്ലാനിങ്, അതെ, ഇഷ്ടംമാതിരി ഫണ്ട്സ്, പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഇത്. നമ്മളെ ഓരോ ഹിന്ദു മറ്റുള്ള മതസ്ഥര് ഉം, പോകുന്നുണ്ടല്ലോ, അവരെ പുണ്യസ്ഥലങ്ങളിലേക്കായിട്ട് കൊല്ലത്തിലൊക്കെ ഉം, പോകുന്നുണ്ടല്ലോ. അതേമാതിരി അതെ. എല്ലാ ഹിന്ദു ഒരിക്കലെങ്കിലും പോയിട്ട് രാമക്ഷേത്രം ഒന്ന് തൊഴണം. അത് അതെ, ഇന്ത്യയിലെ അതെ. അല്ല, ഓരോ അങ്ങനെ ആയി ഹിന്ദു മാറും, അത് സംശയമില്ല. അങ്ങനെ ആകണം, ആ ഒരു അങ്ങനെ പോകണം. പോയാലൊരു ഉം, മോക്ഷമാണത്. അതെന്തായാലും ഉം, ഉം, ചെയ്യണം. എല്ലാ ഹിന്ദുക്കളും ചെയ്തിരിക്കണം. ഉം, അങ്ങനെ ഒരു ഉം, മനസ്ഥിതി ഉണ്ടാവണം എന്നുള്ളത് ഉറപ്പാണ്. ഉം. അത് ചെയ്യണം. കാരണം അല്ല, അത് നമ്മൾ അത്രയും കാണുന്നുണ്ട്. കാരണം ഇപ്പൊ ചെന്നൈയിൽ നിന്ന് തന്നെ ആ ഈ പ്രായവും ആരോഗ്യവും ഒന്നും വകവെക്കാതെ ആ, ഈ പബ്ലിക്കിന് പോവാന്നുള്ള ആ ഒരു ഇത് വന്ന മുതൽ ആൾക്കാരുടെ ക്യൂ ആണ്. പല അതെ. വീട്ടിൽ നിന്നും പ്രായമായ ആൾക്കാരൊക്കെ പറയുന്നത്, എനിക്ക് അവിടെ പോയിട്ടേ പറ്റുള്ളൂ, ബാക്കി ഒന്നും നോക്കണ്ട, അതെ. ബാക്കി എല്ലാം അവിടെ നിൽക്കട്ടെ, രാമക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ആലോചിച്ചാൽ മതി എന്നിട്ട് അങ്ങനെ അങ്ങനെ പോകുന്ന എത്ര ആൾക്കാരുണ്ട്. അല്ല, അതങ്ങനെ സംഭവിക്കണം. അത് ആവശ്യമാണ്. അത് ഉം, എന്തായാലും ആരും ഉം, അതിന് തയ്യാറാകണം. പിന്നെ നമുക്ക് ഉം, അവിടുന്ന് പിന്നെ പോകുന്നത്, ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ സരയൂ നദീന്റെ ലേക്കാണ്. അവിടെ ഉം, സരയൂ നദിയിൽ അവിടെ സരയൂ ആരതി ഉണ്ട് വൈകുന്നേരം. ഉം, ഉം. ഇതൊരു കണ്ടിട്ടുണ്ടാവും, ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ, അതെ, ഞാൻ ഇതിൽ കണ്ടു. അന്നത്തെ അതിനുശേഷം വൈകുന്നേരം കാണിച്ചല്ലോ, അന്ന് ആ ടെലികാസ്റ്റ് ടെലി കാണിച്ചത്. അതൊരു അത് രസം. പണ്ടേ ഉള്ളതാണോ, അതോ ഇപ്പൊ പണ്ടേ തുടങ്ങിയ ഒരു ഉള്ളത്. ഇതാണ്? പണ്ടേ ഉള്ളത്. പണ്ടേ ഉണ്ടല്ലേ? പക്ഷെ ഇപ്പൊ പണ്ടേ അത് ഉണ്ട്. ഗ്രാൻഡ് ആയിട്ട് വാരാണസി ഘാട്സിലൊക്കെ ഗ്രാൻഡായിട്ട് ഉള്ള മാതിരി. കുറച്ചും കൂടി ഒന്ന് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് നല്ല അതെ. ഭംഗിയായിട്ടും, അതിന് വലിയൊരു വിളക്കൊക്കെ അതിന്റെ ആ സമയത്ത് സരയും ആ നദി കാണാനും അതിന്റെ ആ ഉം, ചുറ്റുപാടും, പിന്നെ ആ ഒരു ഉം, ഭക്തിസാന്ദ്രമായ ആ ഒരു മണിയൊക്കെ അടിച്ചുകൊണ്ട് കുറെ സന്യാസിമാരും ആൾക്കാരൊക്കെ ഇല്ല ഉം, ഉം. സീനുണ്ടല്ലോ. അതൊരു രസമാണ്. അത് രസമായിട്ട് ശരി. തോന്നും. അപ്പൊ എല്ലാവരും അവിടെ ഉം, പോയിട്ട്, അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഉം, അവിടെ സരയിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ ഉം, പൂർവികർക്കൊക്കെ വേണ്ടിയിട്ട് ഉം. ചെയ്യേണ്ടതും. സരയൂ നദീനെ നമ്മൾ അതൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? അവിടെ അല്ല, അതിനൊക്കെ എല്ലാത്തിനും എല്ലാ അത് ചെയ്യിപ്പിക്കാനുള്ള ആളും അതൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള. സൗകര്യമായിട്ട് ഓക്കെ. ആ, അവിടെ നിങ്ങൾക്ക് സരയൂ നദിയിൽ ബോട്ടിൽ വേണമെങ്കിൽ പിന്നെ ചുറ്റും പോയി കണ്ടു ഒക്കെ വരാം. നല്ല ഉം, ലേക്ക് നല്ല ഉം, സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. പണ്ട് ഉം, ഞങ്ങൾ പോകുമ്പോൾ ഉം, അത് മൂന്ന് സ്ഥലമില്ലാത്ത മറ്റൊരു സാധനം. ഉം, ഉം. അതല്ല, അവിടെയൊക്കെ നല്ല മറ്റേ ലൈറ്റ് ഒക്കെ നല്ല ഇട്ട് എല്ലാം. നല്ല ബ്രിഡ്ജൊക്കെ ഉം, കാണേണ്ടതാണ്. നല്ല ഏതൊരു ഉം, രാജ്യത്ത് പോയ തരത്തിലെ ഉം, ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉം, അത് കാണാൻ ഭയങ്കര ഉം, ഭംഗി തന്നെയാണ്. അതൊക്കെ സൂപ്പറാണ്. ഉം. എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ അവിടെ വെറും ഇതിന് പോയ, അവിടെ അയോധ്യയില്? 2 days ഉണ്ടായി. 2 ദിവസം. ആ എത്ര പ്രാവശ്യം തൊഴുതു അതിനിടയ്ക്ക്, ഈ 2 ദിവസത്തിനിടയിൽ? അതിന്റെ ഇടയിൽ പിന്നെ ഒരുപാട് പ്രാവശ്യം പോയി. ആ. ഇടക്കിടക്ക് പോയിട്ട് തൊഴുതു വന്നു. ഉം, ഉം, അങ്ങനെ പോകും വരും, അങ്ങനെയായിരുന്നു. ഉം, ഉം, ഉം. പിന്നെ അതൊരു ഒരു സുന്ദരമായ ഒരു സംഗതി തന്നെ ആയിരുന്നു, ഉം, ചുരുക്കം ഉം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ശരി. എന്തായാലും ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ഈ ഒരു അനുഭവം ഇങ്ങനെ നേരിട്ട് പോയി കണ്ടത് ഒരു, എന്താ പറയാ, അത് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട്. അതെ 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 കാരണം ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഏകദേശം അവിടെ പോയി കണ്ട മാതിരിയുള്ളൊരു അതെ അതെ അനുഭവമായിരുന്നു. അതെ. പിന്നെ ഇനിയും നമ്മളെ അങ്ങനെ ഈ സരയുടെ പറയും. ഒരു ഭാഗത്തേക്കൊക്കെ വളരെ ആ. അലങ്കരിച്ചിട്ട് അവിടെ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് വൈകുന്നേരം. ഉം, അവിടെ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ ലൈറ്റിംഗ് ഒക്കെ ഉം, കാണാൻ ഒരു ഭംഗി തന്നെയാണ്. ഉം, വളരെ ഉം, രസം ഉം. തന്നെയാണ് അതൊക്കെ കാണാൻ. അതെ. അവിടെ പിന്നെ അവിടെ നമുക്ക്
ഇപ്പോഴത്തെ മൊബൈലിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തിട്ട് എന്തൊക്കെയോ ഫോട്ടോ എടുക്കൊരു കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാങ്കേതിക വിദ്യകളൊക്കെ ഇല്ല, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രസം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു. ഞാൻ പിറ്റേ ദിവസവും അവിടെ തന്നെ നിന്നു. പിറ്റേ ദിവസം ഇതേമാതിരി രാവിലത്തെ ദർശനം, ഉച്ചക്കത്തെ ദർശനം, വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ തിരിച്ച് അങ്ങനെ തിരിച്ച് ഗ്രൂപ്പിന്റെ കൂടെ തന്നെയാണോ തിരിച്ചു വന്ന്? എനിക്ക് കോഴിക്കോട് വന്ന് പിന്നെ കോഴിക്കോട് വീണ്ടും വരണം. ശരി. അപ്പൊ നിങ്ങൾ അവിടുന്ന് നേരെ ബാംഗ്ലൂരിലേക്ക് പോയി? ഞാൻ നേരെ ബാംഗ്ലൂരേക്ക്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം അല്ലേ അതും. ഇത്ര വലിയൊരു സംഭവത്തിന് നടക്കുന്നതിന് വഴിയൊരുക്കിയ ഒരാൾ എന്നുള്ള, എത്രയോ ആൾക്കാരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഇതൊരു ഭയങ്കര ഒരു അതൊരു വലിയൊരു തന്നെയാട്ടോ. അതിലെങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിന്റെ അകത്ത് അതിങ്ങനെ വരും. വല്ലാത്തൊരു ഒരു പ്രേമം തോന്നുകയും ചെയ്യും. എന്നോട് ഒരിക്കൽ മധു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഈ ക്ഷേത്രമായിട്ട് വേണം ഒന്ന് പോയിട്ട് ദർശനമൊക്കെ നടത്തണം, കാരണം നമ്മളും അന്ന് പോയപ്പോ ഒരു കല്ല് നമ്മളെ കയ്യിലും അന്ന് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് തന്നെ ഇതാവുന്നതിന് മുമ്പ് തന്നെ ഇതായിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് ഉള്ളിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഇങ്ങനെയും പോകണം എന്നുള്ളത്, പോയേ പറ്റൂന്നുള്ളതാണ് ജീവിതത്തില്. എന്റെ ജീവിതത്തില് ഇനി പിന്നെ ഏറ്റവും വലിയ സംഗതി അതായിരുന്നു. അത് നടന്നു വലിയൊരു സംഗതി തന്നെയായിരുന്നു. കാരണം അത് ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന്റെ ആ ഒരു വികാരം. ആൾക്കാരിപ്പോ എന്റെ കുടുംബം തന്നെ ചിലപ്പോ അത്ര ഇയാളെന്താ പറയുന്നു തോന്നും. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ഫീലുണ്ടല്ലോ. അല്ല, അതല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ഒരു സംഭവമാണല്ലോ. അതെ, നമ്മളെ അതിൽ ഭാഗമാവാൻ പറ്റി. പിന്നെ അതിനുശേഷം അത് എന്താ പറയാ, ആ ആഗ്രഹം എത്ര ആൾക്കാരുടെ ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ ആഗ്രഹം സബലീകരിക്കുമ്പോ വീണ്ടും അതിന്റെ അവിടെ പോയി തൊഴാൻ പറ്റാതൊക്കെ പറയുന്നത്. ഇനിയും കഴിയുകയാണെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടി പോകണം എന്ന് ആഗ്രഹം. പോണം. അല്ല, പോണ്ടി വരുമല്ലോ. ഇപ്പൊ ഫാമിലി ആയിട്ട് പോണ്ടി വരുമല്ലോ. പോണം. ഒറ്റയ്ക്കല്ലേ പോയത്? അവിടെ വർക്കൊക്കെ ഒന്ന് കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാല് പോണം. കാരണം ഇപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് താമസിക്കാനൊക്കെ കുറച്ച് നമുക്ക് പോയി കഴിഞ്ഞാല്. അല്ല, അതിപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ ടെന്റ് സിറ്റി. എനിക്ക് തോന്നുന്നു അവിടെ ഈ സൗകര്യങ്ങളൊക്കെ വരുന്നവരെ ടെന്റ് സിറ്റി വെച്ചിട്ട് മാനേജ് ചെയ്യേണ്ടി വരും. ടെന്റ് സിറ്റി ഒക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞോ അതിന്റെ? അപ്പോഴേ. ശരി. ഞാൻ വിചാരിച്ചു ഈ ഒരു പെർമനന്റ് അറേഞ്ച്മെന്റ്സ് വരുന്നവരെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്. അത് ഞങ്ങൾ ഈ കർഷകരെല്ലാരും എല്ലാ ഭാഗത്തും പോയി അവിടെ എത്തി പൊളിച്ചു മാറ്റി. അല്ല, ഞാൻ അതിന്റെ പേര് തീർത്ഥക്ഷേത്ര എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവിടെ ഒരു പിന്നീട് ഒരു പെർമനന്റ് സ്ട്രക്ചർ. അതാണ് ഫ്ലാറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിന് എത്രയോ ഇപ്പൊ ആൾക്കാർ ചിലർ കുറെ ദിവസം അവിടെ താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അവിടെ വന്ന് ഇപ്പൊ നമ്മുടെ ഈ എന്താ പറയാ, ഈ ട്രാൻസിറ്റ് ഫ്ലാറ്റ് മാതിരി അങ്ങനെ വന്ന് താമസിച്ച് വേണമെങ്കിൽ ഭക്ഷണം കുക്ക് ചെയ്യാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിരിക്കണം പ്ലാൻ ചെയ്യുന്നത്. ട്രസ്റ്റ് അത് വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എത്രയോ ഏക്കർ ഉണ്ട്, 40 ഏക്കറോ 50 ഏക്കറോ അങ്ങനെ സ്ഥലമാണ്. അതിനുള്ളിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റേ മാളിലൊക്കെ കാണുന്ന വണ്ടിക്ക് എന്താ പറയാ, മാളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സാധനമില്ലേ, ഒരു കാറുമായിട്ട് ചെറിയൊരു സാധനം. അതിന്റെ പേര് എന്താ പറയാ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്നില്ലേ ഒരു ചെറിയൊരു കാറുമായിട്ട് ഒരു സാധനമില്ലേ പോകുന്നേ, എയർപോർട്ടിലൊക്കെ. ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ. ഓപ്പറേറ്റഡ് ആയില്ല. ആ സാധനം ആയിരുന്നു ഇതിന്റെ അകത്ത് ടെന്റിൽ അങ്ങോട്ട് പോകാനൊക്കെ അതുണ്ടായിരുന്നു. അങ്ങോട്ടും ശരി. അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അത്ഭുതകരമായ ഒരു വ്യത്യാസം തന്നെയാണ് ആ രാമന്റെ ആ ലോകത്ത്. രാമന്റെ ലോകം തന്നെ പറയാ, രാമന്റെ ലോകവും രാമന്റെ നഗരവും ആകെ. അതെ. രാമന്റെ പണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാന് ലക്കിനോന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു, കേരളക്കാർക്ക് അങ്ങനെ ഇപ്പൊ ഉണ്ടല്ലോ, ടിക്കറ്റ് എടുക്കാണ്ടൊന്നും ഓടി പോകും. അപ്പൊ ടിക്കറ്റ് എടുക്കണം നിർബന്ധമായിട്ട് മിച്ചോ പറഞ്ഞാൽ അത് എടുക്കാണ്ട് അനങ്ങാൻ പറ്റും, പോയി എടുക്കുന്നത്. അപ്പൊ ഞാൻ കിടന്നായി, അപ്പൊ ഞാൻ പോയി എടുക്കാൻ പോയതാ. ഇത് ഇപ്പഴല്ല, പഴയ എടുക്കാൻ പോയപ്പോ എന്നോട് അവിടുന്ന് കൗണ്ടറിന്ന് ചോദിച്ചതാ, കർഷക യെസ്. എനിക്ക് അത്ര ഹിന്ദിയൊന്നും അറിയില്ല. क्या भाई कर्सेवा के क्या टिकट लेने जाओ,
राम का गाड़ी है, राम का लोग है, राम का कर सेवक है, तुम जाओ जाओ എന്ന്. അപ്പൊ എനിക്ക് ഇപ്പൊ അന്ന് ഇത് സർക്കാർ വന്നപ്പോ എനിക്ക് അന്ന് അത് പറഞ്ഞപ്പോ മനസ്സിലായില്ല സത്യം പറഞ്ഞു. ഇയാളെ ഉം, ടിക്കറ്റ് തരുന്നില്ല. ഞാൻ ഇതിന് ഉം, വിശ്വപ്പനോട് പോയി പറഞ്ഞു, ഇയാൾ ടിക്കറ്റ് ഉം, തരുന്നില്ല, ഉം, അനങ്ങാൻ പറ്റൂല, ഉം, ഞാൻ പോയി എടുക്കണം എന്ന് പറഞ്ഞു. ഉം, എടുപ്പിച്ചല്ലോ. ഉം, അതിനൊക്കെ ഉം. എടുത്ത് ഞങ്ങളങ്ങനെ അത് ശരി. യാത്ര അന്നത്തെ ഒരു കഥയാണത്. ഏഹ് ഉം, ഉം, എനിക്ക് ഉം. ആയിട്ടത് ഒരു 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 യുഗം, ഒരു ലൈഫിലെ ഒരു എന്താ പറയണ്ടത്, വാക്കുകളില്ല. അതെ. അത് അപ്പൊ എനിക്ക് തോന്നുന്നത് സാക്ഷാത്കാരം നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. അത് അപ്പോ സാക്ഷാത്കാരാക്കി തന്ന എന്തായാലും നമ്മളെ പ്രധാനമന്ത്രിയോട് കൂടി ഈ സമയത്ത് വളരെ നന്ദി പറയുന്ന വേണം. ഏഹ് തീർച്ചയായിട്ടും അത്രയും നമ്മളെല്ലാവരും അത്രയും കടപ്പെട്ടിരിക്കുന്നു സുന്ദരമാക്കി. ഇങ്ങനൊരു ഏഹ് സംഭവം അവിടെ നിർമ്മിക്കാൻ പറ്റിയതിലും. ഏഹ് പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ദർശനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, നല്ലൊരു വ്യവസ്ഥ, ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ അവിടെ വന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങാൻ പറ്റുന്ന ഒരു ഇത്, അത് വലിയൊരു സംഭവമല്ലേ. കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഇനി പോകാൻ പോകുന്ന അവിടെ. ഹിന്ദുവിന്റെ ഒരു അപ്പൊ അതൊരു അഭിമാനം. വലിയ സംഭവം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇത് ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ഡബിൾ ബാരൽ പ്രേക്ഷകരോട് വീണ്ടും ഒരിക്കൽ കൂടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ടെലികാസ്റ്റ് ഇവിടെ നിർത്തുന്നു. നമസ്തേ.